നമ്മളിന്ന് ഇലയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇലയപ്പം ഉണ്ടാക്കുന്നതായി നമ്മൾ തേങ്ങ ജീരയും ശർക്കരയും പാവ് കാച്ചി നമ്മൾ ചേർത്ത് നമ്മൾ ഇലയപ്പത്തിനുള്ള എല്ലാം കഴുകി നമ്മളിവിടെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആട്ട. ഇപ്പം അതൊക്കെ ഇതിനി ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഉണ്ട പിടിക്കണം. വെള്ളം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഇഡ്ഡലിക്കുട്ടമാണ്. അത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആട്ട ഇങ്ങനെ ഉണ്ടയിട്ടത് ഇതുപോലെ കയ്യിൽ ഇച്ചിരി വെള്ളം നനച്ച് ഇങ്ങനെ പരത്തണം. നല്ല രീതിയിൽ ഇല ഇങ്ങനെ നല്ല വലിയ ഇല ഇങ്ങനെ പരത്തിയെടുത്ത് അടുത്ത എന്താ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന കണ്ടില്ലേ, അതാണ് ശർക്കര പാവ് കാച്ചി നമ്മൾ തേങ്ങയും ഇട്ട് നമ്മൾ വഴറ്റിയെടുത്ത് വിളയിച്ചെടുത്ത് കണ്ടില്ലേ, ഇതേപോലെ നല്ല എന്നിട്ട് പതുക്കെ ഇങ്ങനെ എടുത്ത് ഇതേപോലെ മടക്കി ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയാണ്. ഇനി കുറേ പലഹാരങ്ങൾ നമ്മൾ അതെ ഇതുപോലെ നമ്മൾ എടുത്ത് ഓരോന്നായിട്ട് വെക്കണം. ഇതിന് താഴെ ഇങ്ങനെ വെള്ളമുണ്ട്. ആ വെള്ളം ഇങ്ങനെ ചൂടായി അതിൻ്റെ ആവി കൊണ്ടാണ് ഈ ഇലയപ്പം ഇങ്ങനെ പുഴുങ്ങി റെഡിയാവുന്നത്. ഇനി കുറേ പലഹാര ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അടുത്തതും അതേപോലെ നമ്മളിങ്ങനെ പരത്തി കണ്ടില്ലേ ഗായ്സ്. ഞാനെപ്പോഴും ഗ്യാസ് എന്ന് പറയാറില്ല, അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. ഞാൻ കൂട്ടുകാരെ എന്ന് വിളിക്കും. കൂട്ടുകാരെ, ഇത് കണ്ടില്ലേ, ഇതേപോലെ എടുത്തിട്ട് നല്ല സ്വാദിഷ്ടമായ ഇലയപ്പം ഉണ്ടാകാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടില്ലേ, ആഹാ, ഇതിങ്ങനെ മടക്കി ഇനി ബാക്കി വീഡിയോ ഇലയപ്പം പുഴുങ്ങിയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. ഇതേപോലെ നമുക്കിനി ഒരു 6-7 ഇലയുടെ ഉണ്ട്, 10 ഇലയുടെ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് ഈ ഇഡ്ഡലിക്കുട്ടത്തിനകത്ത് വെച്ച് പുഴുങ്ങുന്നതായിരിക്കും. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് സമയം വേണ്ടി വരും. അതുവരെ നമുക്ക് കാത്തിരിക്കാം കൂട്ടുകാരെ. ഓക്കെ, ഇലയപ്പം പുഴുങ്ങുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് കാണാം. ഇത് ഹിച്കിങ് നൊമാഡ് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ. ഇവൻ തായ്ലൻഡിലും ചൈനയിലൊക്കെ കറങ്ങാൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഹിച്കിങ് നൊമാഡ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ. ഇതാണ് നമ്മൾ പറഞ്ഞ ഹിച്കിങ് നൊമാഡ്. ഹിച്കിങ് നൊമാഡിൻ്റെ പേര് മാഹീൻ എന്നാണ്. മാഹീൻ ഇപ്പം ചൈനയിൽ ഇപ്പം നമ്മുടെ ഇവിടെ നോമ്പ് മുറിക്കുന്ന ആ ഒരു ഇതിലാണ്, പെരുന്നാൾ ആഘോഷിക്കുന്ന ഇതാണ്. കൂട്ടുകാരെ കണ്ടില്ലേ, ഇനി ഒരു 5-6 ഇലയുടെ ഉള്ളൂ. അമ്മ ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഗൈസ്, ഇത് ശർക്കരയുടെ നിറമാണ്, അല്ലാതെ കരിഞ്ഞതല്ല. ഇതിൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ വിളയിച്ചതാണിത്. ഇനി ഇത്രയുടെ ഉള്ളൂ. ഇത് നല്ല രീതിയിൽ പറ്റി ഇതിനകത്ത് ഒട്ടിയിരിക്കുകയാണ്. ഇത് വെച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്താണ്. ഇതാ കണ്ടില്ലേ കൂട്ടുകാരെ, ഇത് കാണും. കണ്ടില്ലേ, ഇതിൻ്റെ താഴെ മൊത്തം ശർക്കരയാണ്. മണ്ണും കല്ലും ഇതെല്ലാം നമ്മൾ ശർക്കര പാവ് കാച്ചി ഇത് അരിച്ചെടുത്ത് ഇത് തേങ്ങാപ്പീരയുടെ കൂടെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് സാധനമാണ്.
കൂട്ടുകാരെ അതായത് നോക്കൂ, ഇതിങ്ങനെ പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം നിറഞ്ഞിട്ടുണ്ട്. അതെ, ആഹാ, ഇത് നല്ല ആവി വരുന്നുണ്ട്. താഴെ നല്ല രീതിയിൽ വെള്ളം ചൂടായിട്ടുണ്ട്. ഇതിന് പുഴുങ്ങി വരണം. അതുകൊണ്ട് നമ്മളിത് അടച്ചാലേ നല്ലപോലെ പുഴുങ്ങാൻ പറ്റത്തുള്ളൂ. ഈ ആവി ഒന്നും കൈ കൊള്ളാതെ നോക്കണം. ഇത് അടയ്ക്കാം. ആഹാ, കണ്ടില്ലേ, ഇനി 2 എണ്ണം കൂടെ മാത്രം ബാക്കിയുള്ളൂ. കണ്ടില്ലേ, ആഹാ, ഇതേ ഉള്ളൂ ഇനി.